കൂട്ടുകാരെ, എന്നെ കണ്ടാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു പാവം ലാബ്ഡോഗാണെന്നാണോ? അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഈ വീടിന്റെ ഒഫീഷ്യൽ ഗാർഡോഗാണ്. കേട്ടോടാ കുഞ്ഞാ. പിന്നെ എനിക്കറിയാം, വലിയ ഗാർഡോഗ്. ബിരിയാണി പാത്രം കണ്ട വാലാട്ടുന്ന സിംഹം. ഡാ നീ മിണ്ടരുത്. എന്റെ ഈ വീരചരിത്രത്തിന് മുന്നിൽ വലിയൊരു കഥയുണ്ട്. എന്റെ അമ്മ എന്നെ ഒരു സൈക്കോഡോഗ് ആക്കി മാറ്റിയ കഥ. കുഞ്ഞാ, വന്ന ലേശം വെള്ളം കുടിച്ചേ. അത് അമ്മ മിറ്റത്തുണ്ട്. പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്നും വേറെയാ. അമ്മയെ വിളിക്കാം. ഇതും അമ്മ എന്നെ പഠിപ്പിച്ചതാ. ഇതും അമ്മയുടെ ട്രെയിനിങ് ആണ്. പൈപ്പിന്റെ അടുത്ത് വന്നിട്ട് അമ്മേനെ വിളിക്കണമെന്ന് അമ്മ പറയും. അങ്ങനെ തന്നെ ഞാൻ ചെയ്യും. പക്ഷെ അമ്മ ഇല്ലാത്തപ്പോ ഞാൻ പാത്രത്തിന് കുടിക്കും കേട്ടോ. കുഞ്ഞാ, വന്ന് കുറച്ച് വെള്ളം കുടിച്ചേ. ഈ പൈപ്പിന് കുടിക്കുമ്പോ നല്ലൊരു സുഖമല്ലേടാ? നിനക്കത് ഇഷ്ടമല്ലേ? ഓടി വന്ന് വെള്ളം കുടിച്ചവാ. അന്നാ വാ, അന്നെന്റെ കഥ കേൾക്കാൻ കുഞ്ഞിന് ഓടി വന്നേ. കഥ കേട്ടാ മതി. അണ്ണൻ കഥ പറയുന്നത് കേൾക്കുമ്പോ എന്തൊരു രസമെന്നറിയോ? അണ്ണന്റെ കഥ പറഞ്ഞേ. എടാ കുഞ്ഞാ, ഞാനും ചെറുപ്പത്തിൽ ഭയങ്കര പാവമായിരുന്നടാ. ആര് വന്നാലും പോയി കെട്ടിപ്പിടിക്കും. അപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു കാശി വന്നത്. പുള്ളിയാണ് അമ്മയ്ക്ക് ദുർബുദ്ധി ഉപദേശിച്ചു കൊടുത്തത്. ഇവരിങ്ങനെ പാവമാക്കല്ലേ, ആര് വന്നാലും പുഴയ്ക്കാൻ പഠിപ്പിക്കണം. ഫുഡ് കൊടുക്കുമ്പോൾ പമ്മി നിന്നാ മതി. അപ്പൊ അവന് മോശാവും. പിന്നെ കണ്ടത് അമ്മയുടെ ട്രെയിനിങ്ങാ. ഫുഡ് തരുമ്പോൾ അമ്മ ഒളിച്ചും പമ്മി നിൽക്കും. അത് കാണുമ്പോൾ എന്റെ ഫുഡ് എടുക്കാൻ നിൽക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മയെ ഓടിക്കും. എന്റെ ഉള്ളിൽ നിന്ന് ഞാൻ അറിയാതെ തന്നെ ഒരു സിംഹം ഉയർത്തെഴുന്നേൽക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാനൊരു സൈക്കോയായത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാവേ, എന്റെ അമ്മ എനിക്ക് പിടികിരിയോ ബിസ്ക്കറ്റോ തന്ന ഞാൻ പഴയ പാവം ഒന്നനാടാ. ഒന്നുമില്ല. പക്ഷെ എനിക്ക് നോൺ വെജ് അമ്മ തന്നാലേ ആ സമയത്ത് എന്റെ ഉള്ളിലെ സിംഹം ഉണരുന്നത്. നോൺ വെജ് കാണുമ്പോൾ എന്താണെന്നറിയത്തില്ല, ഞാനല്ലാതായി മാറുവടാ. കണ്ടോ, എന്റെ അമ്മ എനിക്ക് പിടികിരി തരുമ്പോ ഞാൻ എത്ര പാവാ. തിന്നരുതെന്നോ അമ്മ? ഞാൻ തിന്നച്ചില്ല. അയ്യോ, തിന്നാനല്ലേ പറഞ്ഞ, ഞാൻ തിന്നത്തില്ല കേട്ടോ. അമ്മ ഇട്ടു, ഞാൻ സിറ്റ്. സൂരി അമ്മ സിറ്റ് പറഞ്ഞ് ഞാൻ കേട്ടില്ല അമ്മേ. ഞാൻ നല്ല കുട്ടിയല്ലേ അമ്മയുടെ. അമ്മ പറയാതെ ഞാൻ കഴിക്കോ? ഓക്കെ, താങ്ക് യു അമ്മ. കണ്ടോ, എന്നെ എത്ര തൊട്ടാലോ തലോടിയാലോ ഒന്നും ഒരു കുഴപ്പമില്ലടാ. ഞാനിങ്ങനെ സൈക്കോയായത് എങ്ങനെയാന്ന് എനിക്കും അറിയത്തില്ല. എനിക്കിത് മാറ്റണമൊക്കെ ഉണ്ട് കുഞ്ഞാ. പക്ഷെ എനിക്ക് കഴിയത്തില്ല. നോൺ വെജ് കണ്ട ഞാൻ സിംഹമായി പോ. എനിക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അണ്ണൻ ആദ്യമൊക്കെ അങ്ങനത്തെ സ്വഭാവം കാണിക്കുമ്പോ എനിക്ക് പേടിയായിരുന്നു. കണ്ടോ, രാത്രിയിലെ കൂട്ടിക്കേറ്റുന്ന ഡ്യൂട്ടിയൊക്കെ എന്റെയാ. അണ്ണനെ കൂട്ടിക്കേറ്റി. അമ്മയാന്റെ മാമുമായിട്ട് വരുന്നു. വൈകുന്നേരമാണ് എപ്പോഴും നോൺ ഉണ്ടാകുക. ആ സമയത്താണ് എന്ത് സിംഹം ഉണരുന്നത്. അമ്മേ, ഇന്ന് എന്താ അമ്മേ? ചിക്കൻ ഉണ്ടോ? ബീഫും ഉണ്ട്. ഇന്ന് എന്റെ അമ്മ ഞാൻ ഓടിക്കേണ്ടി വരുന്ന തോന്നുന്നു. അമ്മേ, അതൊക്കെ കുഴച്ചങ്ങോട്ട് ഇട്. എല്ലാം കൂടെ അങ്ങോട്ട് കുഴക്കണ്ട. പിന്നെ എനിക്ക് കുഴക്കണ്ടല്ലോ. വിടിക്ക് അമ്മ കുഴച്ചാ ഇടുന്നത്. ഹായ്, നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ അമ്മേ. ഈ അമ്മ എന്ത് നല്ല അമ്മയാ. എന്നാലും എന്റെ അമ്മ അവള് നിൽക്കുന്ന കാണുമ്പോ എനിക്ക് എന്റെ ഫുഡ് അമ്മ കൊണ്ടുപോകാൻ വിചാരിക്കും. അമ്മേ, പൊക്കമ്മേ. ഞാൻ അല്ലാതായി വരുവാ. കണ്ടോ, എന്നിൽ അന്യൻ ഉണരുന്നുണ്ട്, സിംഹം ഉണരുന്നുണ്ട്. അമ്മ പൊക്കമ്മേ. എന്റെ അമ്മ ഞാൻ എന്തിനാ ഓടിച്ചത്? വയറൊക്കെ നിറഞ്ഞു. കണ്ടോ, ഞാൻ എത്ര വേന്നപ്പാലേ അണ്ണനായെന്ന്. കണ്ടോ, എന്റെ അമ്മേനെ തലോടിയാലോ ഇനി എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെയാണ്. ഡബിൾ സ്വഭാവം എനിക്ക്. എന്റെ ഉള്ളിലൊരു സിംഹവും ഒരാട്ടുമുന്നും ഉണ്ട്. ഈ മാസമൊക്കെ ആ ഫുഡ് പാത്രം കാലിയാക്കുന്നവരെ മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ്. ഭക്ഷണം വയറ്റി ചെന്നാൽ പിന്നെ എന്റെ സിംഹം ചത്തു. പിന്നെ ഞാൻ പഴയ പാവം ബ്രിട്ടുമായി മാറും. അതെ, ചോറ് കിട്ടിക്കഴിഞ്ഞാൽ കള്ളം വന്നാലും തലോടാൻ തല കാണിച്ചു കൊടുക്കുന്ന ഡേഞ്ചർ ഗാർഡോഗ്. എന്റെ അണ്ണ, അതൊക്കെ ഒരു സ്ട്രാറ്റജി അല്ലേടാ കുഞ്ഞ. വയറ് നിറയ്ക്കാനുള്ള ഓരോ പടാപാടേ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളുടെ വീട്ടിലും ഫുഡ് കാണുമ്പോൾ മാത്രം സിംഹമാവുന്ന ഇതുപോലത്തെ ഗാർഡോഗ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്ക്. എനിക്ക് അമ്മ ഫുഡ് തരാൻ സമയമായി. ഞാൻ പോയി അടുത്ത മാസം ഡ്രാമ തുടങ്ങട്ടെ.